കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബജറ്റ് പാസാക്കുകയാണ് സഭയുടെ പ്രധാന അജണ്ട. കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള നിർണായക ബില്ലുകളും സഭ പരിഗണിക്കും. അതേസമയം സഭ പ്രക്ഷുബ്ധമാക്കുക എന്നതാണ് പ്രതിപക്ഷ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. നാളെ മുതൽ സഭ തുടങ്ങുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷമുള്ള സമ്മേളനം എന്ന പ്രത്യേകതയുണ്ട്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷം ഏത് രീതിയിൽ എന്തെല്ലാം അജണ്ടകളുമായിട്ടാണ് ഇനി രംഗത്ത് വരാൻ പോകുന്നത് എന്ന ചോദ്യവുമുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സഭാ സമ്മേളനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള സഭാ സമ്മേളനമാണ്. കാരണം സഭാ സമ്മേളനം കഴിഞ്ഞ തവണ അവസാനിച്ചത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു. അതായത് ബജറ്റ് സമ്മേളനത്തിന് വേണ്ടി ഫെബ്രുവരിയിൽ സഭ ചേരുന്നു. അതിനുശേഷം ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 4 ദിവസം കൂടി കഴിഞ്ഞ് സഭ പിരിയുന്ന വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ബജറ്റ് പാസ്സാക്കുക എന്നുള്ളതാണ് നിലവിൽ നിയമസഭയ്ക്ക് മുന്നിലുള്ള പ്രധാന അജണ്ട എന്ന് പറയുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് സ്പീക്കറും വ്യക്തമാക്കിയത്. 28 ദിവസത്തേക്കാണ് സഭ ചേരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ സഭാ സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ തോതിൽ സഭ പ്രക്ഷുബ്ധമാക്കുന്ന നിലപാടുമായി മാത്രമാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ, അതുകൊണ്ട് തന്നെ ബില്ലുകളിൽ മേലുള്ള ചർച്ചകൾ പോലും കൃത്യമായ രീതിയിൽ നടക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ തൊട്ടു പിന്നാലെ ചേരുന്ന സഭ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിനൊപ്പം തന്നെ നിരവധി സമകാലീന വിഷയങ്ങൾ സഭയിൽ ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളൊരു പൊതു നിലപാട് തന്നെയാണ് ഇത്തവണയും പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഒക്കെ വസ്തുതകൾ നിരത്തി നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഭരണപക്ഷം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. ഏതായാലും നാളെ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. ചോദ്യോത്തരവേളയോടുകൂടിയായിരിക്കും സഭ ആരംഭിക്കുക. അതിനുശേഷം നാളെ തന്നെ ആദ്യ ദിവസം തന്നെ പ്രത്യേകിച്ചും ബില്ലുകൾ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിലേക്കൊക്കെ സഭ നീളുമോ എന്നുള്ളത് നമുക്ക് നാളത്തെ ഒരു ദിവസത്തിൽ തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സഭാ സമ്മേളനത്തിൽ ഇത്തവണ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസം, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസത്തെ സഭാ സമ്മേളനത്തിന് ശേഷം പിന്നീടുള്ള ഒരു കുറച്ച് ദിവസം സഭ ചേരുകയില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന 3 ദിവസങ്ങൾ ലോക കേരള സഭയുടെ 4ാം സമ്മേളനം നിയമസഭയാണ് അതിൻ്റെ വേദിയാകുന്നത്. അതുകൊണ്ട് നിയമസഭയിൽ വെച്ചാണ് അത് നടക്കുക. അതിനുശേഷം അവധിക്ക് ശേഷം 19-ാം തീയതിയായിരിക്കും സഭ വീണ്ടും ചേരുക. ഏതായാലും അത് അടുത്ത ജൂലൈ 25 വരെ നീളുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ സഭയുടെ ഒരു അന്തരീക്ഷം നമുക്കറിയാം, സാധാരണഗതിയിൽ നിന്നും തുടങ്ങുന്ന ദിവസം മുതലായിരിക്കും അതിൻ്റെ ഒരു സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുക. പ്രത്യേകിച്ചും പ്രതിപക്ഷം ഈ രീതിയിൽ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ കാര്യോപദേശക സമിതി യോഗമൊക്കെ ചേർന്ന് സഭ വെട്ടിച്ചുരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ, അതായത് 15 കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളെ മുതൽ കണ്ടറിയാവുന്നതാണ്. പ്രിയ. ശരി ഷീജ, എന്തായാലും നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ബജറ്റ് പാസ്സാക്കുകയാണ് സഭയുടെ പ്രധാന അജണ്ട.